കാരുണ്യാമൃതവാരിധിം കരലസത്കൂദണ്ഡബാണോജ്വലാം സീതാജിതസരോജചാരുമിഹിരം ദുർവാദളശ്യാമളം ശ്രീമദ്വായുസുതേന ലാളിതപദാംഭോജം വരം ദൈവതം ശ്രീരാമം ഹൃദി സാനുജം ശുഭകരം വില്വാദ്രിനാഥം ഭജേ എത്ര എത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകഞ്ജലിം ബാഷ്പവാരി പരിപൂർണ്ണലോചനം മരുതിം നമത രാക്ഷസന്തകം. എല്ലാവർക്കും നമസ്കാരം. വാത്മീകി രാമായണം യുദ്ധകാണ്ഡത്തിലെ 52-ാം സർഗം ഇന്ദ്രജിത്തിൻ്റെ ഹോമാരംഭമാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇടിമുഴക്കം പോലെയുള്ള ആ ശബ്ദം കേട്ടിട്ട് എല്ലാ മർക്കടന്മാരും ഓടിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് സർഗം ആരംഭിക്കുന്നത്. ഇങ്ങനെ ഓടിപ്പോകുന്ന കുരങ്ങന്മാരോടായിട്ട് ഹനുമാൻ പറഞ്ഞു, അല്ലേ, നിങ്ങൾ എന്താണ് ഇപ്പോൾ ഇങ്ങനെ വാടിയ മുഖത്തോടുകൂടി ഓടുന്നത്? നിങ്ങളുടെ ശൗര്യമൊക്കെ എവിടെ പോയി? പോരിന് പോകുന്ന വേറെ മുന്നോട്ടല്ലേ പോകേണ്ടത്? എന്തായാലും യുദ്ധം ചെയ്യാൻ താല്പര്യമുള്ളവർ എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞ് ആ ഹനുമാൻ ഇവരെയും കൂട്ടി കൊടുമുടികളും മരങ്ങളുമൊക്കെ കയ്യിലെന്തി യുദ്ധകളത്തിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറയുകയാണ്. കടുത്ത കോപവും താപവും പൂണ്ട മഹാകവി പെരുത്ത വലിപ്പമുള്ള വലിയൊരു കല്ലെടുത്ത് ആ മേഘനാഥൻ്റെ രഥത്തിന് നേരെ എറിഞ്ഞു. അത് വരുന്നത് കണ്ടപ്പോൾ സാരഥി ചൊൽപ്പടിക്ക് നിൽക്കുന്ന കുതിരകളോടുകൂടിയ തേരിനെ അകലത്തേക്ക് മാറ്റി. തേരാളയോടൊത്ത് തേരിലിരിക്കുന്ന ഇന്ദ്രജിത്തിനെ പ്രാപിക്കാതെ ആ ഏറ് പാഴായിപ്പോയി എന്ന് പറയണം. അതുകൊണ്ട് ഹനുമാന് കൂടുതൽ ദേഷ്യമുണ്ടായി. ആ പാറ പറന്നു വരുന്നത് കണ്ടപ്പോൾ രാക്ഷസപ്പടയൊക്കെ ഭയപ്പെട്ടു പോയി എന്ന് പറയണം. അത് ലക്ഷ്യം തെറ്റി മാറിയപ്പോൾ ധാരാളം രാക്ഷസന്മാർ മരിച്ചുപോയി. പെരുങ്കായന്മാരായ കാനനവാസികൾക്ക് വനരന്മാർ ധാരാളം മരങ്ങളുമൊക്കെയായിട്ട് അവൻ്റെ നേരെ എത്തി എന്ന് പറയുന്നു. ഇന്ദ്രജിത്തിൻ്റെ നേരെ അവൻ അസ്ത്രങ്ങളെ അയച്ചുകൊണ്ട് അവയെല്ലാം നശിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ തൻ്റെ സേന വനരന്മാരാൽ പീഡിപ്പിക്കപ്പെടുന്നത് കണ്ട് ഇന്ദ്രജിത്ത് ആയുധവുമേന്തി ക്രോധത്തോടെ ശത്രുക്കളുടെ നേർക്ക് ചെന്നു. ആ വിവിധ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മഹാബലനായ ഹനുമാനോടും മറ്റും യുദ്ധം ചെയ്യാൻ ചെയ്തു. ഇങ്ങനെ ശത്രുസേനയുടെ പരാക്രമം കണ്ടപ്പോൾ ഹനുമാൻ അവരോട് പറഞ്ഞു, പിന്മാറൂ, ഈ പടയെ നേരിടാൻ നമുക്ക് പറ്റില്ല. രാമൻ്റെ പ്രിയത്തിനായി നാം പ്രാണൻ വെടിഞ്ഞും പോരാടി. ആർക്കു വേണ്ടി നാം പോരാടിയോ ആ ജനകപുത്രി കൊല്ലപ്പെട്ടു. ഇക്കാര്യം രാമനെയും സുഗ്രീവനെയും അറിയിച്ച് അവരെന്ത് പ്രതിവിധി ചെയ്യുന്നുവോ അത് നമുക്കനുസരിക്കാം എന്ന് ഹനുമാൻ പറഞ്ഞു എന്നാണ് പറയുന്നത്. കാരണം ഹനുമാനെ പോലും പറ്റിപ്പിക്കാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഹനുമാനെപ്പോലും തെറ്റിദ്ധരിപ്പിക്കാവുന്ന രീതിയിൽ സീതയെ വധിച്ചതായിട്ടുള്ള ഒരു മായാജാലം ആ ഇന്ദ്രജിത്ത് അവിടെ കാണിക്കുകയുണ്ടായി എന്നാണ് പറയുന്നത്. ഇങ്ങനെ വാനരന്മാരെ എല്ലാവരെയും തടഞ്ഞുകൊണ്ട് ആ ഹനുമാൻ പിൻവാങ്ങി. രാമസമീപത്തേക്ക് ഹനുമാൻ പോകുന്നത് കണ്ടപ്പോൾ ആ ദുഷ്ടാത്മാവായ ഇന്ദ്രജിത്തിനും സന്തോഷമായി. അദ്ദേഹം നികുംഭില എന്ന് പറയുന്ന തൻ്റെ ഒളിത്താവളമായ യജ്ഞഭൂമിയിലേക്ക് പോയി എന്ന് പറയാണ്. അവിടെ പോയിരുന്ന അദ്ദേഹം അഗ്നിയിൽ ഹോമം ചെയ്യാൻ ആരംഭിച്ചു. യജ്ഞഭൂമിയിലെത്തിയിട്ട് ആ രാക്ഷസൻ ഹോമിക്കുന്ന അഗ്നി ഹവ്യം ശോണിതം ഭുജിച്ച് ആളിക്കത്തി എന്ന് പറയുന്നു. അവിടെ ഹവിസ്സാവുന്ന ശോണിതമാണ് അതിന് കിട്ടിയത് എന്നാണ് പറയുന്നത്. രക്തഹവിസ് കൊണ്ട് തർപ്പിക്കപ്പെട്ടു. കത്തിക്കാളി അഗ്നി സന്ധ്യാകാലത്തെ സൂര്യനെപ്പോലെ തീനാളങ്ങൾ കൊണ്ട് പ്രവൃദ്ധമായി കാണപ്പെട്ടു. വിധിജ്ഞനായ ഇന്ദ്രജിത്ത് രാക്ഷസന്മാരുടെ ക്ഷമത്തിനായിട്ട് വേണ്ട രീതിയിൽ ഹവിസ്സൊക്കെ അർപ്പിച്ച് ആ ഹോമം തുടർന്നു. നയവും അനയവും ഒക്കെ അറിയാവുന്ന രാക്ഷസന്മാർ വൻ സമാജത്തോടുകൂടി അത് നോക്കി നിൽക്കുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സർഗം ഇവിടെ സമർപ്പിക്കുന്നത്.